ടു ഗ്രേഡിയൻറ്റ്. ഹ്യൂമനസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത ജോലി എന്തുവാണ്? ഇവിടെ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഫുൾ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അടങ്ങുന്ന ഒരു PDF ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സുമായിട്ട് വന്നിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയമായിരിക്കും, അല്ലേ സാറേ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ ചാപ്റ്ററാണ്, അപ്പോൾ അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നോക്കടാ, ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ SCRT കൊണ്ടുവന്നതൊന്നുമല്ല. മുന്നത്തെ +1 ഉണ്ടല്ലോ, +1 നിങ്ങളുടെ ചേട്ടന്മാർ, ഈ +1കാരുടെ +1 ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഹ്യൂമനിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന കുറേ ടോപ്പിക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ ആ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കില്ലേ ഈ വർഷം നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അല്ലെ? ആലോചിച്ച് നോക്കി, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, എങ്ങനെ ചോദ്യം വരും എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല ടോപ്പിക്കുകളും നമ്മുടെ +1 +2 നിന്നാണ് ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനിയും വരാം. മാത്രമല്ല ഇവിടെ ചോദ്യങ്ങൾ വരുന്നൊരു രീതിയും അതിലെങ്ങനെ ഉത്തരം എഴുതാമെന്നുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു പുതിയ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ്, എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാകത്തില്ല. ഹ്യൂമനിസം നിങ്ങൾ പഠിച്ചു, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചു, നമ്മൾ നോട്ട് പഠിച്ചിട്ടുണ്ടാകും, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ളൊരു വിഷയത്തിനകത്ത് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നത് നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എങ്ങനെ ഉത്തരങ്ങൾ എഴുതി ഫലിപ്പിക്കുന്നു എന്നുള്ളതിന് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അല്ലേ? സമയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യങ്ങളെ മെയിൻ പോയിന്റുകൾ മാത്രം എടുത്ത് ഉത്തരം നല്ല രീതിയിൽ എഴുതി ഫലിപ്പിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതായത് ഇവിടെ പുതുതായിട്ടൊന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഏതൊക്കെ പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഉത്തരം എഴുതേണ്ട ഒരു രീതി ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് അതുപോലെ കാണാതെ പഠിക്കണമെന്നല്ല. നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയെ ഉത്തരം എഴുതാൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു റെഫറൻസിനാണ് നമ്മൾ എന്താണ് ഈ ഒരു ക്ലാസ്സിലെ ഈ ഒരു നോട്ടുള്ളത്. അപ്പോൾ നോട്ട് ഞാൻ എന്ത് ചെയ്തേക്കാം, ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് 1 വേർഡ് ചോദ്യങ്ങൾ ആദ്യം നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ചോദ്യങ്ങളിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ നോക്കിയേ, നമ്മൾ ചെറിയ ചോദ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിലോട്ട് വന്നേക്കുവാണ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ചോദ്യം, ദ പേഴ്സൺ ഹൂ പോപ്പുലറൈസ്ഡ് ദ പ്രൊട്ടസ്റ്റന്റ് ഐഡിയാസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ഐഡിയകൾ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? മാർട്ടിൻ ലൂഥർ ആണോ, ഉൾറിച്ച് സ്വിംഗ്ലി ആണോ, അതുപോലെ തോമസ് മോർ ആണോ, അതോ ഡോണറ്റെല്ലോ ആണോ? നമ്മൾ പഠിച്ചതാണ്. 2 പേരുടെ പേര് പഠിച്ചു. അതിൽ രണ്ടാമത്തെ പേര് ഞാൻ ഭയങ്കര തെറ്റിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് കുറേ കുട്ടികൾ പറഞ്ഞു, സാറ് പറഞ്ഞത് തെറ്റാണെന്ന്. സത്യമാണ്, പറഞ്ഞപ്പോൾ ഉച്ചാരണത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേ, ആരായിരിക്കും ഉത്തരം? പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേ. നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിക്ക് വിട്ടാൽ കിട്ടും. മാർട്ടിൻ ലൂഥർ ആണോ? പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന പ്രൊട്ടസ്റ്റൻ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആരോട്ട് പോകും? മാർട്ടിൻ ലൂഥറിലോട്ടൊക്കെ പോകും. പക്ഷേ കറക്റ്റ് ഉത്തരം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിൽ ഇതാക്കിയതാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? അത് ഉൾറിച്ച് സ്വിംഗ്ലി ആണ് എന്ത് ചെയ്തേക്കുന്നത് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത, ദ സൊസൈറ്റി ഓഫ് ജീസസ് വാസ് സെറ്റപ്പ് ബൈ. സൊസൈറ്റി ഓഫ് ജീസസ് ആരാണ് ഉണ്ടാക്കിയത്? ഇരാസ്മസ് ആണോ, വില്യം ഹാർവേ ആണോ, ഇഗ്നേഷ്യസ് ലയോള ആണോ, ഫ്രാൻസിസ്കോ ബാർബറോ ആണോ? ഇഗ്നേഷ്യസ് ലയോളയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫ്രാൻസിസ്കോ ബാർബറോ ഒക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എല്ലാ ടോപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എവിടെ ഉണ്ടായിരുന്നു? +1 ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രാ കയറി വരും. നിങ്ങൾ അത് കാര്യമാക്കേണ്ട, നിങ്ങൾ പഠിച്ചതിൽ നിന്നുള്ളത് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. നെയിം ദ സ്കൾപ്റ്റർ ഓഫ് പിയറ്റ. പിയറ്റ എന്ന ശില്പത്തിൻ്റെ ശില്പി ആരാണ്? 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ശില്പികൾ പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ചോദ്യങ്ങൾ വരും, ഓപ്ഷൻസ് ഉണ്ടാകും. ലൊറൻസോ വാലയാണോ, അതോ മാക്യുവേലി ആണോ, ആൽബറി ആണോ, അതുപോലെ മൈക്കൽ ആഞ്ചലോ ആണോ? ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും മൈക്കൽ ആഞ്ചലോ ആണെന്ന്, കാരണം ബാക്കി ഓപ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള പേരുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആരുടെയെങ്കിലുമൊക്കെ പേരായിരിക്കും. അവിടെ അങ്ങനെ ചിന്തിച്ചോളണം, ഓക്കെ? കാരണം നമുക്ക് ഇവിടുന്ന് പ്രീവിയസ് അതുപോലെ ഇല്ലല്ലോ. ഞാനിപ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് തന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ബാച്ചിനും അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചിനും കൊടുക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് കൂടെ അങ്ങ് ഷെയർ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ ഇത് കിടക്കുന്നത്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 പാർട്ട് ഓഫ് ഐറ്റം എ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ് ബി. സിമ്പിൾ, നമ്മൾ പേര് നോക്കിയിട്ട് ബാക്കി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് സപ്പർ വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചി ആണെങ്കിൽ പിയറ്റ ആരാണ്? മൈക്കൽ ആഞ്ചലോ ആണ്. അപ്പോൾ നോക്കിയല്ലോ, ഈ ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ ഒക്കെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സാണ്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്.
മാർട്ടിൻ ലൂഥർ ജർമ്മനിയിലാണെങ്കിൽ ജീൻ കാൽവിൻ, നമുക്ക് ജോൺ കാൽവിൻ എന്നാണ്, ഞാൻ കാൽവിൻ എന്ന് എന്തോ പറഞ്ഞു, ജോൺ കാൽവിൻ ആണ്. കാൽവിൻ എവിടെയാണ്? ജോൺ കാൽവിൻ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. അതാ വീണ്ടും സെയിം ചോദ്യം റിപ്പീറ്റ് ചെയ്ത് തന്നേക്കാം കണ്ടോ. മാർട്ടിൻ ലൂഥർ ജർമ്മനിയിലാണെങ്കിൽ ഉൾറിച്ച് സ്വിംഗ്ലി എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. അതാണ് സ്വിറ്റ്സർലാൻഡിലെ 2 ആൾക്കാർ. നെക്സ്റ്റ്, ദ പേഴ്സൺ ഹൂ പ്രൊപ്പഗേറ്റഡ് ദ പ്രൊട്ടസ്റ്റന്റ് ഐഡിയാസ് ഇൻ സ്വിറ്റ്സർലാൻഡ്, വീണ്ടും വന്നിട്ടുണ്ട് ഉൾറിച്ച് സ്വിംഗ്ലിയാണ്. അപ്പോൾ +1 ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം. പിയറ്റ എന്ന ശില്പം നിർമ്മിച്ചത് ആരാണ്? വീണ്ടും തന്നെയാണ് മൈക്കൽ ആഞ്ചലോ തന്നെയാണ്. ഡൂമോ എന്ന് പറയുന്ന ഫിലിപ്പോ ബ്രൂണലേച്ചി ആണെങ്കിൽ പിയറ്റ ആരാണ്? അപ്പോൾ വീണ്ടും പിയറ്റ വന്നതുകൊണ്ട് മൈക്കൽ ആഞ്ചലോ. അപ്പോൾ നിങ്ങളിതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്തുവാണ്? ഈ ചോദ്യം കാണാതെ പഠിക്കണമെന്നാണോ? അല്ല, മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ആളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മൈക്കൽ ആഞ്ചലോയുടെ വർക്കുകൾ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ വർക്കുകൾ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വർക്കുകൾ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. തെറ്റാണേ. നമുക്ക് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിലോട്ടൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 മാർക്ക് ചോദ്യങ്ങൾ, 4 മാർക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, essay ചോദ്യങ്ങളുണ്ട്. നമുക്കത് ഒരറ്റത്തൊന്ന് നോക്കി വരാം. അപ്പോൾ നോക്കാം. ദ ആർട്ടിസ്റ്റ് യൂസ്ഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആസ് എ വേ ടു എക്സ്പ്രസ് ഹ്യൂമനിസം, ഇവാലുവേറ്റ് ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. 2015 മാർച്ച് ചോദിച്ച ചോദ്യമാണ്. 5 മാർക്കാണ്. നിങ്ങൾക്ക് 5 മാർക്ക് ചോദ്യം വരാൻ സാധ്യത കുറവാണ്. 4 മാർക്കാണ്. എന്നാലും ഉത്തരം എഴുതുന്ന രീതിയൊക്കെ ഏതാണ്ട് സെയിം ആയിരിക്കും. ചോദിച്ചേക്കുന്നത് എന്താ? ആർട്ടിസ്റ്റ്മാർ ആർട്ടും ആർക്കിടെക്ചറും എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഹ്യൂമനിസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആർട്ടും ആർക്കിടെക്ചറും ഒക്കെ പഠിച്ചാണ്. അപ്പോൾ അവിടുന്ന് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങളുടെ വ്യൂ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റുകൾ അറിഞ്ഞാൽ മാത്രം പോലെ അത് എഴുതുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഫസ്റ്റ് എന്ത് പറയണം? അതെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണ്, അതെ ശരിയാണ് നമ്മൾ പറയണം. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവാലുവേറ്റ് ചെയ്തത് ഇത് ശരിയാണ്. റിനൈസൻസിൻ്റെ സമയത്ത് ആർട്ടിസ്റ്റ്മാർ അതുപോലെ ആർട്ടും ആർക്കിടെക്ചറും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹ്യൂമനിസത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അവർ മനുഷ്യൻ്റെ വാല്യൂവും ഡിഗ്നിറ്റിയെയും ഇൻഡിവിജ്വൽസിൻ്റെയും അതുപോലെ റാഷണൽ തോട്ട്സിനെയും ബ്യൂട്ടി ഓഫ് നേച്ചറും ഒക്കെ എന്ത് ചെയ്തു? അവരുടെ കലകളിലൂടെയും ശില്പങ്ങളിലൂടെയും നിർമ്മിതികളിലൂടെയും എക്സ്പ്രസ് ചെയ്തു. ഹ്യൂമൻ ഇമോഷൻസും എക്സ്പ്രഷൻസും നമ്മൾ എന്ത് ചെയ്തു? പെയിൻറ്റിങ്ങുകളിലും സ്കൾപ്ചറുകളിലും വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലിയനാർഡോ ഡാവിഞ്ചിയും മൈക്കൽ ആഞ്ചലോയും പോലെയുള്ള ആർട്ടിസ്റ്റുമാർ അവരുടെ വർക്കിൽ മനുഷ്യൻ്റെ ബോഡി, മൈൻഡ് അതുപോലെ ഹ്യൂമനിസ്റ്റിക് ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അങ്ങനെ ആൾക്കാരിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ഐഡിയ വന്നു. ആർക്കിടെക്ചറിനകത്ത് പ്രപ്പോർഷൻസും സിമെട്രിയൊക്കെ അനുസരിച്ച് ബിൽഡിങ്ങും അതുപോലെ നമ്മളെ പഴയ ഗ്രീക്ക് റോമൻ സ്റ്റൈലുകൾ കൊണ്ടുവന്നു. ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് മാറി ഗ്രീക്കോ റോമൻ സ്റ്റൈൽ കൊണ്ടുവന്നതൊക്കെ നമ്മളവിടെ പഠിച്ചു. അതുപോലെ എന്താണ്? ആർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ട് മാറി, അല്ലെ? റിലീജിയസ് തീമിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു. ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റിക്ക് അവിടെ സ്ഥാനം വന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും റിനൈസൻസ് ആർട്ടും ആർക്കിടെക്ചറും എന്തായിരിക്കും? മനുഷ്യൻ്റെ ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മീഡിയമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇത് കാണാതെ പഠിക്കുകയാണോ? ചെയ്യേണ്ടതല്ല. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൻറ്റൻസിൽ ഉത്തരം ഒന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. 5-10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് മിസ്സാവുന്നുണ്ട്. എങ്ങനെ ഒരു സെൻറ്റൻസ് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളും വരും. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോയിൻ്റൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് സ്വന്തമായി ഉത്തരം എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ഇവാലുവേറ്റ് ദ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് യൂറോപ്പ് ദാറ്റ് നെസസിറ്റേറ്റഡ് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് കാരണമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ജർമ്മനിയിൽ ആണിത് തുടങ്ങുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ പറയുന്ന ഇൻ്റലിജൻസസിൻ്റെ സ്റ്റൈലാണ് നമ്മളവിടെ ആദ്യം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ട പോയിന്റ്, അല്ലേ? അതായത് അത് ചർച്ചിലെ ഒരു കറപ്ഷൻ്റെ ഒരു ഭാഗമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാനായിട്ട് പറ്റും. കാരണം എന്തായിരിക്കും? നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് പത്രം വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമാണോ? അല്ല. മാത്രമല്ല ചർച്ചിൻ്റെ മോറൽ അതോറിറ്റിയിലുണ്ടായ കുറവുകൾ, അതായത് ഈ പറയുന്ന പുരോഹിതന്മാർ കുറച്ച് എന്താണ്, നമ്മൾ ഈ പോയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നില്ല, സോ വേണമെങ്കിൽ നോക്കിയാൽ മതി. ഹ്യൂമനിസത്തിൻ്റെ വളർച്ച, ദ റിനൈസൻസ് എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ എന്താണ്? ക്രിസ്ത്യാനിറ്റി, ഈ ബൈബിൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരെല്ലാവരും വായിക്കാൻ തുടങ്ങി. അവരുടെ ഓർഡിനറി ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തു. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ആൾക്കാരെ മതത്തെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ ഈ ചെറിയ പുരോഹിതർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാന്നൊക്കെയുള്ള ഐഡിയ അവർക്ക് കിട്ടി. അതൊരു പ്രിൻറ്റിംഗ് പ്രസ്, ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗുട്ടൻബർഗിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് എന്ത് ചെയ്തു? ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് അച്ചടിച്ച് ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു. സോ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, മാർട്ടിൻ ലൂഥറിൻ്റെ ലീഡർഷിപ്പിൽ വന്ന പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് കാരണമായത് എന്തൊക്കെയാണ്? ഒന്ന്, പള്ളിയിലുള്ള അതോറിറ്റികളുടെ തെറ്റായിട്ടുള്ള നടപടി, കറപ്ഷൻസ്, അവരുടെ എക്സ്ട്രാ
എന്താണ് ലാവിഷായിട്ടുള്ള ജീവിതം, ഹ്യൂമനിസത്തിൻ്റെ വളർച്ചയും ബൈബിളും മറ്റു കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തുന്നതും അവരുടെ വായനാശീലം ഉണ്ടായതും അറിവിൻ്റെ വളർച്ചയും ഉണ്ട്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ ഉത്തരം സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമനിസം. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമുക്ക് യൂണിവേഴ്സിറ്റി എന്ന് ഒറ്റ ലൈനിലേ നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പ്ലസ് വണ്ണുകാർക്ക് കുറച്ചധികം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. എങ്കിലും ഉത്തരം ഒന്ന് വായിച്ചു നോക്കുന്നതുകൊണ്ട് നഷ്ടമില്ലല്ലോ അല്ലേ. യൂണിവേഴ്സിറ്റികൾ ഹ്യൂമനിസം സ്പ്രെഡ് ചെയ്യുന്നതിൽ കാരണമായെന്ന് വെച്ചാൽ ആയി. കാരണം ക്ലാസിക്കൽ ലേണിംഗ് റിവൈവ് ചെയ്തു. എന്താണ് യൂണിവേഴ്സിറ്റീസ് എന്തായി ബിക്കം സെൻറ്റേഴ്സ് ഓഫ് സ്റ്റഡിയിങ് ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ അല്ലേ. നമ്മളവിടെ നിന്ന് പറഞ്ഞു പുരോഹിതന്മാർ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഇങ്ങോട്ട് വരികയും അവർ യൂണിവേഴ്സിറ്റികളിലേക്ക് വരികയൊക്കെ ചെയ്തു. ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞിരുന്നു, ടെക്സ്റ്റിൽ പക്ഷേ അത്രയും ഡീപ്പായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. എങ്കിലും ഒന്ന് വായിച്ചു വെച്ചോ. റാഷണൽ എൻക്വയറി എന്ത് ചെയ്തു കൂടി, ആൾക്കാർ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അല്ലേ. ട്രഡീഷണൽ ബിലീഫുകൾ അതുപോലെ വിശ്വസിക്കാതെ അവരെന്ത് ചെയ്തു, ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നു. ലോജിക്കൽ എവിഡൻസ് ഉള്ള ആൾക്കാർ തേടി തുടങ്ങി. അതുപോലെ എന്താണ് ഹ്യൂമാനിറ്റീസിന് അല്ലെങ്കിൽ എന്താണ് ആൾക്കാരുടെ മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തു. ഹ്യൂമനിസ്റ്റ് ഐഡിയാസിൻ്റെ സ്പ്രെഡ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ഡയറക്റ്റ് വരാൻ സാധ്യതയില്ല, എങ്കിലും ഇവിടുത്തെ പോയിന്റുകൾ നമുക്ക് മറ്റേതെങ്കിലും ചോദ്യത്തിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ? എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ കാത്തലിക് ചർച്ചിൽ 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു സംഭവമാണ് എന്ത് പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അത് റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. മാർട്ടിൻ ലൂഥറാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ജർമ്മനിയിൽ നിന്നൊരു പ്രീസ്റ്റാണ്, അദ്ദേഹമാണ് എന്ത് ചെയ്തത് ആരംഭിക്കുന്നത്. എന്തിനെതിരായിട്ടാണ് തുടങ്ങുന്നത്? ഇൻഡൽജൻസസിൻ്റെ സെയിലിൽ നിന്നാണ് ഇതിന് തുടങ്ങുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന പള്ളിയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അത് അവിടുത്തെ പള്ളിയുടെ മതിലിൽ ഡോറിൽ വച്ചു. അത് ആൾക്കാർ വായിച്ചു. അവരെന്ത് ചെയ്തു, വെർണിക്കുലാർ ഭാഷയിലോട്ട് അത് മാറ്റി. ഇവിടെ ബൈബിൾ മാറ്റിയ കാര്യം കൂടെ പ്ലസ് വണ്ണിൽ പറയുന്നുണ്ട്. അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്ത് പറ്റിയത്, പുരോഹിതന്മാർ ചെയ്യുന്ന തെറ്റാന്നൊക്കെ ഉള്ളത് കുറച്ച് മനസ്സിലായത്. അങ്ങനെ എന്ത് പറ്റി, ഈ പറയുന്ന അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ അത് പോയി. നമുക്ക് ഇമ്പോർട്ടൻസ് പറയേണ്ടത് എന്തായിരിക്കണം? അത് സ്വിറ്റ്സർലാൻഡിലോട്ട് പോയ കാര്യം പറയണം, അതുപോലെ ഇംഗ്ലണ്ടിലോട്ട് പോയ കാര്യം പറയണം. അവിടെ റൂളേഴ്സിനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യണം. കൗണ്ടർ റിഫോർമേഷൻ എന്താണ്? 2017 ചോദിച്ചതാണ് അല്ലേ. ഈ പറയുന്ന റിഫോർമേഷനെതിരായിട്ട് വന്നാണ് കൗണ്ടർ റിഫോർമേഷൻ. എന്തായാലും ഇനിഷ്യേറ്റഡ് ബൈ ദ റോമൻ കാത്തലിക് ചർച്ചാണ് 16-ാം നൂറ്റാണ്ടിൽ അതിനെ സ്വയം റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. കൗൺസിൽ ഓഫ് ട്രെൻഡ് വന്നു. അതുപോലെ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ്, ഇൻഡെക്സ് എന്ന പേരിൽ കുറേ പുസ്തകങ്ങൾ വന്നു. അതുപോലെ എന്ത് വന്നു, ഈ പറയുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ ജെസൂയിറ്റ് ഓർഡർ എന്ന് പറയുന്നൊരു കാര്യം വന്നു. ജെസൂയിറ്റ് ഓർഡർ നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഇതാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നോക്കി വയ്ക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. എങ്ങനെ ചോദ്യങ്ങൾ വരും, അതിന് ഉത്തരം എഴുതേണ്ട ഒരു രീതി, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ, അതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ഇറ്റാലിയൻ സിറ്റീസ് ഓഫ് ദ 14th century. 14-ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ സിറ്റീസിലേക്ക് ഫ്ലോറൻസ്, വെനീസ്, മിലാൻ ഇവരൊക്കെ എന്താണ് വെൽത്തിയായി, എങ്ങനെ ട്രേഡിലൂടെയും കൊമേഴ്സിലൂടെയും. ആ സിറ്റികൾ ഇൻഡിപെൻഡൻറ്റ് സിറ്റി സ്റ്റേറ്റുകളായിട്ട് മാറി, സ്വയം അധികാരമുള്ള സിറ്റികളായിട്ട് മാറി. അത് റൂൾ ചെയ്തത് റിച്ച് ആയിട്ടുള്ള മർച്ചൻറ്റുമാരായിരുന്നു. അവർ ആർട്ടിനെയും എഡ്യൂക്കേഷനെയും ലിറ്ററേച്ചറിനെയും ആർക്കിടെക്ചറിനെയൊക്കെ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ എന്ത് പറ്റി, റിനൈസൻസിൻ്റെ ഹ്യൂമനിസത്തിൻ്റെ ഫൗണ്ടേഷൻ ഇറ്റാലിയൻ സിറ്റികളിൽ നിന്ന് ആരംഭിച്ചു. നമ്മൾ പഠിച്ചു വൈ ഇറ്റാലിയൻ സിറ്റികളിൽ ഈ റിഫോർമേഷൻ ഉണ്ടായി എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് പോയിന്റുകൾ ആഡ് ചെയ്യാം. അവർ ഇവിടുത്തെ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിങ്ങിലൊക്കെ വെൽ വേഴ്സ്ഡ് ആയിരുന്നു. അവർക്ക് ഒരുപാട് കാശ് വന്നപ്പോൾ അവർ എന്ത് ചെയ്തു, അവരുടെ ഹിസ്റ്ററി തേടിപ്പോയി. അങ്ങനെയാണ് ഗ്രീക്കോ റോമൻ കൾച്ചറുകൾ റിവൈവ് ചെയ്യാനും അവിടുത്തെ ആൾക്കാരും മറ്റേ അവരെ ആൾക്കാർ പൈസ കൊടുത്ത് അവിടുത്തെ ബുക്കുകളൊക്കെ, അന്നത്തെ ബുക്കുകളൊക്കെ അവരുടെ ഭാഷയിലോട്ട് മാറ്റാനും ഒക്കെ അവർ ഹെൽപ്പ് ചെയ്തു. ആ പോയിന്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേർക്കാവുന്നതാണ്. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഹ്യൂമനിസം ഓൺ സയൻസ്. സയൻസിൽ ഹ്യൂമനിസം ഉണ്ടാക്കിയ മാറ്റം എന്താണ്? റാഷണൽ തിങ്കിങ് കൂട്ടി അല്ലെ. ഹ്യൂമനിസം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സയൻസിന്. അതിലൊന്ന് റാഷണൽ തിങ്കിങ് കൂടി. അതായത് എന്തായിരിക്കും, ആൾക്കാർ കാരണങ്ങളും ഒബ്സർവേഷൻസും എൻക്വയറി നടത്താൻ തുടങ്ങി. ഓരോ നമ്മുടെ പ്രകൃതി നടക്കുന്ന ഫിനോമിനാസിനും പ്രകൃതിയെ പറ്റി പഠിക്കാനായിട്ട് തുടങ്ങി അല്ലേ. അവരെന്ത് ചെയ്തു, മതപരമായിട്ടുള്ളതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കിട്ടുന്ന എവിഡൻസുകൾ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, നമ്മുടെ ചുറ്റുപാടിനെ പറ്റി പഠിച്ചു. ക്ലാസിക്കൽ വർക്കുകളൊക്കെ അവരെന്ത് ചെയ്തു, റീഡിസ്കവർ ചെയ്തു. ആൻഷ്യൻ്റ് ഗ്രീക്ക് സമയത്ത് എഴുതിയ പല പുസ്തകങ്ങളും അവർ വീണ്ടും വായിക്കുക. അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ വർക്കുകൾ, അതുപോലെ ടോളമിയുടെ വർക്കുകളൊക്കെ കൊണ്ടുവരികയും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും അറിവ് നേടുകയും ചെയ്തു. സയൻറ്റിഫിക് മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, ഫ്രാൻസിസ് ബീക്കൺ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. ഗലീലി പോലെയുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷനിലൂടെയും സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെ എന്ത് പറ്റി, സയൻറ്റിഫിക് മെത്തേഡ്സ് കൊണ്ടുവന്നു. അതായത് ശാസ്ത്രീയമായ പഠനം എങ്ങനെയെന്ന് വന്നു. ചർച്ചിൻ്റെ അതോറിറ്റിയിൽ നിന്ന് അവർ ബ്രേക്ക് ചെയ്തു. അവരെന്ത് പറ്റി, മറ്റ് എന്തിനേയും അവർ ചോദ്യം ചെയ്തു. അതിന് എക്സാമ്പിളാണ് കോപ്പർനിക്കസിൻ്റെ കേസ് അല്ലെ. കോപ്പർനിക്കസ് അന്ന് വരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എതിര് പറഞ്ഞു. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളത് മാറ്റി ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ശാസ്ത്രത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. അടുത്ത് ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു, ആർക്കിടെക്ചറിനെ ഹ്യൂമൻ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഒരു ചോദ്യം തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. എന്ത് പറ്റി, ഹ്യൂമൻ ബോഡിയെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇൻഡിവിജ്വൽ ഇമോഷൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ.
ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ബ്രൂണോ ലേച്ചിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കുലർ തീംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. മിത്തോളജിയിൽ നിന്നൊക്കെ മാറിയിട്ട് അല്ലെ സെക്കുലർ ആയിട്ടുള്ള സാധാരണക്കാരെയൊക്കെ നമ്മൾ കലയിലോട്ടും ശില്പനിർമ്മിതിയിലോട്ടും ഒക്കെ അവരെ മോഡലുകളൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. പെർസ്പെക്റ്റീവിൽ മാറ്റം വന്നു, ലീനിയർ പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ആർക്കിടെക്ചർ പഠിച്ചതാണ്. ആ പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഉത്തരെഴുതുമ്പോൾ യൂസ് ചെയ്യാം. എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഹ്യൂമനിസ്റ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററി. ഹ്യൂമനിസ്റ്റ് വ്യൂ ഓഫ് ഹിസ്റ്ററി അതായത് ഹിസ്റ്റോറിയോഗ്രാഫിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു കാലഘട്ടം കൊണ്ടുവന്ന രണ്ടാളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ രണ്ടുപേരുടെയും പേരൊന്ന് കമൻറ്റ് ചെയ്തേ. ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ രണ്ടുപേര് പറഞ്ഞു, അവരാണ് ഈ ഒരു രീതി കൊണ്ടുവന്നത്. നൂറ്റാണ്ടിന് മുന്നേ, നൂറ്റാണ്ടിന് ശേഷം, ഓർമ്മയുണ്ടല്ലോ ആ സംഭവം. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി വന്ന മാറ്റം എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? സെക്കുലറും റാഷണലുമായ ഒരു അപ്രോച്ച് കൊണ്ടുവന്നു. അതായത് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ആയിട്ടുള്ള ഇവൻറ്റുകൾ എഴുതി വയ്ക്കുന്നതല്ല, പകരം ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്രിട്ടിക്കൽ സോഴ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള ഒറിജിനൽ സോഴ്സുകൾ അടിസ്ഥാനപ്പെടുത്തി മാത്രം ചരിത്രം എഴുതാനും കേട്ട് കേൾവിയും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെ തെളിവുകൾക്ക് കൊടുത്തു. ക്രോണോളജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റൈറ്റിംഗ് കൊണ്ടുവന്നു. അതായത് എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ കാര്യങ്ങൾ എഴുതാനും ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പഠിച്ചു അല്ലേ, എന്താണ് നമ്മുടെ ഈ പറയുന്ന മിഡിൽ സെഞ്ചുറി, അതിനുശേഷം എന്താണ് റിനൈസൻസ് പീരീഡ് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ആരോ മാർക്കൊക്കെ ഇട്ട് പഠിച്ചു. ആ ആരോ മാർക്കുള്ള ചിത്രമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഉത്തരത്തിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുമല്ലോ. ഇത് ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു പോകുന്ന രീതിയാണ്. എന്താണ് ഹ്യൂമനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ദാറ്റ് എംഫസൈസ് ദ വാല്യൂ, ഡിഗ്നിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ റീബർത്ത് എന്ന് പറയാം. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിലും അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അവിടെ റീസൺസിനും ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും അതുപോലെ തന്നെ എന്താണ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിനും ആർട്ടിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്താണ് റിനൈസൻസ് ആർക്കിടെക്ചർ? വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. സിമെട്രിക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ എന്താണ് കോളംസും ഡോംസും ആർച്ചസും ഒക്കെ കൊണ്ടുവന്നു. മൈക്കൽ ആഞ്ചലോയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ശില്പനിർമ്മിതിയിൽ ഡേവിഡും അതുപോലെ പിയറ്റിയും നിർമ്മിച്ചു മൈക്കൽ ആഞ്ചലോ. പെയിൻറ്റിങ്ങിനകത്ത് നമ്മുടെ സിസിലി ചാപ്പലിൻ്റെ സീലിംഗ് പണി കഴിപ്പിച്ചതും അത് പെയിൻറ്റ് ചെയ്തതൊക്കെയാണ് മൈക്കൽ ആഞ്ചലോ ആണ്. നെയിം ദ ടു ലീഡേഴ്സ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഇൻ സ്വിറ്റ്സർലാൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോളയുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? അദ്ദേഹമാണ് സൊസൈറ്റി ഓഫ് ജീസസ് സ്റ്റാർട്ട് ചെയ്തത് 16-ാം നൂറ്റാണ്ടിൽ. എന്തായിരുന്നു? കൗണ്ടർ റിഫോർമേഷൻ്റെ ഭാഗമായിരുന്നു. അത് എന്നിട്ട് എന്താണ് പള്ളികളോടൊപ്പം സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇവരുടെ സമയത്താണ് ലയോള എന്ന് പറയുന്നത്. ഇനി അസസ് ദ റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമനിസം. നമ്മൾ ഈ ടൈപ്പ് സെയിം ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇങ്ങനൊരു ചോദ്യം ഡയറക്റ്റ് വരത്തില്ല, എങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. റൈറ്റ് എ നോട്ട് ഓൺ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ചോദിച്ചതാണ്, നമ്മളതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആർക്കിടെക്ചറിലുണ്ടായ ഹ്യൂമനിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമനിസം എന്താണ് യൂണിവേഴ്സിറ്റീസിൽ വന്ന മാറ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹു ഇൻവെൻറ്റഡ് പ്രിൻറ്റിംഗ് പ്രസ്? മെൻഷൻ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് പ്രിൻറ്റിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ത് ചെയ്യുന്നത്? 15-ാം നൂറ്റാണ്ടിൽ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ ഹ്യൂമനിസത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മാറ്റം എന്ത് വരുത്തിയെന്ന് ചോദിച്ചാൽ റവല്യൂഷണറൈസ്ഡ് സ്പ്രെഡ് ഓഫ് നോളജ്, അറിവ് സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ചു. കാരണം ബുക്കുകൾ ചീപ്പായിട്ട് നിർമ്മിക്കാനും അത് എല്ലാവർക്കും എത്തിക്കാനും സാധിച്ചു. റാപ്പിഡ് ഡിസിമേഷൻ ഓഫ് റിനൈസൻസ് ആൻഡ് ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് അക്രോസ് യൂറോപ്പ് അല്ലേ. അങ്ങനെ പുസ്തകങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നോട്ടീസുകളൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ സാധിച്ചപ്പോൾ പെട്ടെന്ന് അറിവും ഇൻഫർമേഷനും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ നമ്മളത് പറഞ്ഞു. ലിറ്ററസിയും എഡ്യൂക്കേഷനും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ഇത് സഹായകരമായി. ഇതുപോലത്തെ പോയിന്റ് ഞാൻ ക്ലാസ് നോട്ട് തന്നിട്ടുണ്ട്. അതും ഇതും കൂടി ചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരം നിർമ്മിക്കാനായിട്ട് പറ്റും. ഹൗ ഡിഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ട്രാൻസ്മിറ്റ് ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് എലൂസിഡേറ്റ്? സെയിം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, വായിച്ചു നോക്കിയാൽ മതി. എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ്. 8 മാർക്കിൽ നിങ്ങൾക്ക് ചോദ്യം വരത്തില്ല, എങ്കിലും ഒരു എസ് എ ടൈപ്പ് ചോദ്യം മാക്സിമം വന്നാൽ നമുക്ക് എന്ത് എഴുതാം? വാട്ട് ഈസ് റിനൈസൻസ് എന്ന ചോദ്യം വന്നാൽ നമ്മൾ എന്ത് പറയും? റിനൈസൻസ് മീൻസ് റീബർത്ത്. ഇറ്റ് റെഫേഴ്സ് ടു ദ കൾച്ചറൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ദ ആർട്ടിസ്റ്റിക് റിവൈവൽ ദാറ്റ് ബിഗിൻ ഇൻ യൂറോപ്പ് ഇൻ ദ 14th century. 17-ാം നൂറ്റാണ്ട് വരെ അത് നീണ്ടു നിന്നു. എന്ത് പറ്റി? മിഡീവൽ പീരീഡിൽ നിന്നും മോഡേൺ പീരീഡിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എന്ത് റിനൈസൻസ് എന്ന് പറയുന്നു. ആ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചാൽ ഉത്തരം ഈ രീതിക്ക് എഴുതാൻ പറ്റത്തില്ലേ? അടുത്ത അനലൈസ് ഇറ്റ്സ് ചീഫ് ഫീച്ചേഴ്സ് ബൈ കൺസിഡറിങ് ദ ഫോളോയിങ് ഏരിയാസ്. ഹ്യൂമനിസം എന്നാൽ എന്താണ്? സയൻസിലുണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? ആർട്ടിലുണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? ഇത് ഓരോന്നും 4 മാർക്കിൻ്റെ സെപ്പറേറ്റ് ചോദ്യമായി നിങ്ങൾക്ക് വരാം. എന്താണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിനൈസൻസ് തിങ്കേഴ്സ് എന്ത് ചെയ്തു? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിക്കും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻഡിവിജ്വലിസത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതിനാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. എന്തായിരിക്കണം? എഡ്യൂക്കേഷൻ എംഫസൈസ്ഡ് ഓൺ ഹ്യൂമാനിറ്റീസ്, അത് മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. സയൻസിൽ ഫിലോസഫിയിലുണ്ടായ മാറ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആർക്കിടെക്ചറും ഡിസ്കസ് ചെയ്തു. അസ്ട്രോണമിയിലെ കോപ്പർനിക്കസിൻ്റെയും ഗലീലിയോയുടെ ഇൻവെൻഷൻ നമ്മൾ സയൻസിൽ പഠിച്ചതാണ്. ലിറ്ററേച്ചറിനകത്ത് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. ഡാൻഡി, പെട്രാർക്ക്, ഇറാസ്മസ് ഇവരുടെ വർക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ അവിടെ വരില്ല എന്നല്ല,
ഓക്കെ, നിങ്ങൾക്ക് വേറെ ടൈപ്പ് ചോദ്യങ്ങൾ വരും, അത് മോഡൽ ചോദ്യം കിട്ടുമ്പോൾ ഞാൻ വേറെ ക്ലാസ് ഇടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഓൾറെഡി പലതവണയായിട്ട് പറയുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. പറയാൻ പറ്റുമല്ലോ, ആർട്ടിനകത്തുണ്ടായത്. നിങ്ങൾക്ക് ആർട്ടിലുള്ളത് മാത്രമായിട്ട് ചോദിക്കാം, ലിറ്ററേച്ചറിലോട്ട് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. 3. ഇവാലുവേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഓൺ സയൻസ്, ഫിലോസഫി, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഈ രീതിക്ക് വരാം. അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഫിലോസഫി മാത്രം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഹ്യൂമനിസ്റ്റ് ഫിലോസഫി ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ റീസൺ, എത്തിക്സ് ആൻഡ് സെക്കുലാരിസം റാദർ ദാൻ പ്യൂർലി തിയോളജിക്കൽ കൺസേൺസ്. അല്ലെ, ഫിലോസഫി എന്ത് ചെയ്ത് മാറ്റങ്ങളൊന്നും ഇരാസ്മസിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നില്ല, നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, നമുക്ക് ആ പോയിന്റ് അത്ര വരുന്നില്ല. അപ്പോൾ ആർട്ടിനകത്തുള്ളതും ആർക്കിടെക്ചറും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യം. ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ, ഏത് രീതിയിലായിരിക്കും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുന്നത്. പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചതാണ്, സാറേ ഇതൊക്കെ പഠിച്ചു, പക്ഷേ എങ്ങനെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ എന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ. ഇനിയും ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമുക്ക് മുന്നത്തെ വർഷങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.